എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ജനുവരി 13-ാം തീയതിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 6-ാം തീയതി കഴിഞ്ഞു, 11-ാം തീയതി കഴിഞ്ഞു, ഇപ്പോൾ 13-ാം തീയതിയാണ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യക്തികൾ മാത്രം. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ്സ് എല്ലാം പെൻഡിങ് ആയിരുന്നു, അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ വീഡിയോ ചെയ്ത സമയത്ത് എന്നെയും ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. അപ്പം നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം 1 മാസം കഴിയുമ്പോഴത്തേക്കും നിലവിൽ വിതരണം നമുക്ക് അവിടെ എത്തുന്നതാണ്. അതല്ലാതെ വരുന്നത് EKYC നിങ്ങൾ 1 മാസം മുമ്പേ കംപ്ലീറ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ EKYC കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം പേയ്മെൻറ്റ് കയറുന്നതാണ്. അല്ലാതെ ആർക്കും 1 രൂപ പോലും കയറുന്നതല്ല. നമുക്കിപ്പം പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നിരവധി ആൾക്കാരോട് ഞാൻ നേരത്തെ തൊട്ടേ വീഡിയോ ആയിട്ട് പറയുന്നതാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് കയറില്ല. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, EKYC റെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം 1 മാസം കഴിയുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കയറുന്നതാണ്. അല്ലാതെ ആർക്കും 1 രൂപ അക്കൗണ്ടിൽ കയറുന്നതല്ല. അപ്പം നിലവിൽ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചെല്ലുമ്പോൾ അക്ഷയ ചെല്ലും, അല്ലെങ്കിൽ കൃഷി ചെല്ലുമ്പോഴത്തേക്കും ഉടനെ EKYC ലാൻഡ് സീഡിങ്ങും ബാങ്ക് സീഡിങ്ങും എല്ലാം എസ് ആണെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് കയറാതിരിക്കുകയില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എസ് ആണെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് കയറാതിരിക്കുകയില്ല. അക്ഷയക്കാരന് വിവരമില്ലായിരിക്കാം, കൃഷി ഓഫീസുകാർക്ക് വിവരമില്ലായിരിക്കും, ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന അവരെ ആയിരിക്കാം. അതുകൊണ്ട് അവരെയും കൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഞങ്ങളുടെ പേയ്മെൻറ്റ് കയറാത്തത്. അത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയി ചോദിച്ചുകൊള്ളുക. അപ്പം എല്ലാ പ്രാവശ്യവും വിതരണം വരുന്ന സമയത്ത് തന്നെയും ഇവിടെ വിതരണം പേയ്മെൻറ്റ് കയറിയില്ല, അക്ഷയ ചെന്നു വിശ്വസിച്ചെന്നു, പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്ത കേസാണെങ്കിൽ ഞാൻ ഏൽക്കും, അല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ ആരും ഞാൻ ഏൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ EKYC ലാൻഡ് സീഡിങ് ബാങ്ക് KYC എസ് ആണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ എസ് ആണോ എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വീഡിയോക്കകത്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ EKYC എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ 2 ദിവസം മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞു, അക്ഷയക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എവിടെ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ എവിടെ ചെയ്തത്? നിങ്ങൾ ചെയ്ത ഏത് ഓപ്ഷൻ എന്ന് പറഞ്ഞത് അക്ഷയക്കാരോട് ചോദിക്കുക. നിങ്ങൾ ഏത് ഓപ്ഷനാണ് ചെയ്ത് കൊടുത്തത് എന്താണെന്ന് കാണിച്ചു തരണം. നമ്മളിതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ ആൾക്കാരാണ്. അല്ലാതെ ഇവിടെ നമുക്ക് ഒന്നും മാറ്റി വെച്ച് സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും പറയുന്നത് അക്ഷയ പോയി, കൃഷി ഓഫീസിൽ പോയി. ഈ 2 സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയ നേട്ടം എന്താണ്? ഇപ്പം നിങ്ങൾ കുറേ ആൾക്കാർക്ക് പേയ്മെൻറ്റ് മുടങ്ങാതെ വരുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞ ഉടനെ പറയും ഞങ്ങൾക്ക് ഒന്നും മുടങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് മുടങ്ങാത്തത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രമാണ്. ഇപ്പം നിലവിൽ നിങ്ങളുടെ ഒരു EKYC ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങളുടെ ആധാറും ബാങ്ക് നെയിമും കൂടെ കറക്റ്റായിട്ട് പോകുന്നത് മാത്രമാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾ വലിയ പുണ്യപ്രവർത്തി ചെയ്തിട്ടൊന്നുമല്ല നിങ്ങളുടെ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കയറുന്നത്. അല്ലാത്തവർക്കാണ് ഈ പേയ്മെൻറ്റ് എല്ലാം മുടങ്ങി പോകുന്നത്. അപ്പം നിങ്ങൾ നിലവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ EKYC വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യുക. നമുക്ക് ഒരു ദിവസം കിടന്ന് ഉറങ്ങാൻ മേലത്തെ പോലെ കോളാണ് വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് ഇവിടെ ചെയ്യേണ്ട നേരവും ഇല്ല, സമയമില്ല. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. നിങ്ങളതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളവിടെ കാണിക്കുക. നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അക്ഷയ കൃഷിഭവൻ ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്നത്. ഫാർമർ ഐഡി എന്ന സമയത്ത് അവർ പറയാം അവർക്കറിയില്ല, ഇവർക്കറിയില്ല. പിന്നെ ആർക്കറിയാവുന്നത്? ചെയ്യുന്ന ആർക്ക്? ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാൻ പറ്റില്ല, എനിക്കാണ് അറിയാവുന്നത്. നമ്മൾ ആരോടാ ചോദിക്കേണ്ടത്? നമ്മുടെ ഒരു കാര്യങ്ങൾ ചോദിക്കുക. അപ്പം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞങ്ങളെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇന്ന ആൾക്കാരെ എല്ലാം തപ്പി പിടിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ കൃഷി ഓഫീസിലും അക്ഷയയിലും വിശ്വസിക്കുന്ന ആൾക്കാർ അവിടെ പോയി കിടന്ന് നിലങ്ങിക്കൊള്ളുക. ഇവിടെ നേരമില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളുക, ഞാൻ ചെയ്തു തരാം. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഒരിക്കലും ആരെയും വെല്ലുവിളിക്കാനും ഒന്നുമല്ല. എനിക്ക് ആരെയും പേടിയില്ല. ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തു തരും. അത്രയേ ഉള്ളൂ. താങ്ക് യു.